നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് എങ്ങനെ HCF കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇനി അത് വെച്ചിട്ട് അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം. ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 6q + 1, 6q + 3 or 6q + 5 where q is some integer. ഇവിടെ നമുക്ക് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ഈ ഒരു ഫോമിൽ കിട്ടുന്നത് എഴുതണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ലെറ്റ് എ ബി എനി ഓഡ് ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. അതിൽ നമ്മൾ ബി ഈക്വൽ ടു, അതായത് എ ഈക്വൽ ടു BQ + R ആണ് നമ്മുടെ ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്. അവിടെ ബി എന്ന് പറയുന്നത് നമുക്കിവിടെ 6q + 1 വേണ്ടതുകൊണ്ട് ബി ഈക്വൽ ടു 6. എ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, ബി 6 ആണ്. അപ്പോൾ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ ഈക്വൽ ടു BQ + R എന്നുള്ള പ്ലേസിൽ ഇവിടെ എന്താവും? BQ + R ആണ് വരുന്നത്. അവിടെ നമുക്ക് ബിന്റെ പ്ലേസിൽ എന്താവും? 6q + R where R 0 less than B ആണ് വരേണ്ടത്. ബി എന്നുള്ള പ്ലേസിൽ എന്താവും? 6 എന്ന് വരും. അവിടെ നമുക്ക് ആറിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? R = 0, 1, 2, 3, 4, 5 വരെ. 6 വരില്ല, 6നേക്കാൾ കുറവ്. 0 മുതൽ 5 വരെ ആയിരിക്കും. അപ്പൊ ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ R = 0 എന്ന് കൊടുക്കുക. R = 0 എന്ന് കൊടുക്കുമ്പോൾ A = എന്താവും? 6q + 0 എന്ന് പറയുന്നത് 6q ആവും. ഇനി R = 1 ആണ് കൊടുക്കുന്നതെങ്കിൽ A = 6q + R പ്ലേസിൽ എന്ത് വരും? 1 വരും. R = 2 ആവുമ്പോൾ A = 6q + 2 എന്ന് വരും. R = 3 കൊടുക്കുമ്പോൾ A = 6q + 3 എന്ന് കിട്ടും. R = 4 ആണ് കൊടുക്കുന്നതെങ്കിൽ A = 6q + 4. R = 5 എന്ന് കൊടുക്കുമ്പോൾ A = 6q + 5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നമുക്കറിയാം 6q + 2, 6q + 4 ഇതെല്ലാം എന്താണ്? ഈവൺ ഇൻറ്റീജേഴ്സ് ആണ്. കാരണം 6q പിന്നെ ഇവിടെ നമ്മൾ 2ൽ അവസാനിക്കുന്നത് കൊണ്ട് അത് ഈവൺ ഇൻറ്റീജർ ആയിരിക്കും. ഇവിടെ 4. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സ് ഏത് ഫോമിലാണ് വരുന്നത്? 6q + 1, 6q + 3 ആൻഡ് 6q + 5 ആർ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ആ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ B = 6 എന്ന് എടുക്കുക. പിന്നെ B = 6 ആവുമ്പോൾ R എന്ന് പറയുന്നത് 0 to 5 വരെയാണ് ഉണ്ടാവുക. ആ വാല്യൂ കൊടുക്കുക. അതിൽ ഈവൻ നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഓഡ് നമ്പേഴ്സ് എഴുതുകയാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കോളം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് HCF ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 616ഉം 32ഉം ആണ്. അപ്പോൾ 616 ഗ്രേറ്റർ ദാൻ 32 ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? 616 ഇവിടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് HCF കാണുക വേണ്ടു. അപ്പോൾ 616 32 ഇൻറ്റു, അപ്പോൾ നമ്മൾ 616നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ടൈമാണ് പോവുക 32. അപ്പോൾ ഇവിടെ 9, 5 ആവുമ്പോൾ 2, 296. 296ൽ എത്ര ടൈം പോകും എന്നുള്ളത് നോക്കാം. അവിടെ 8 കൊണ്ടാണെങ്കിൽ 16, 1, 25. ഇനി 32 × 9 ആണ് ചെയ്യുന്നതെങ്കിൽ 18, 1, 28. അപ്പോൾ നമുക്ക് 9 ടൈംസ് പോകും. അപ്പം 9 ഇവിടെ 288 ആവുമ്പോൾ 8 ഇവിടെ 8 ആണ് റിമൈൻഡർ. അപ്പോൾ നമ്മൾ ഇവിടെ 32 × 19 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 8 എഴുതി. അതിനുശേഷം അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? 32 = 8 നമുക്കറിയാം 8 × 4 ആണ് 32.
അപ്പോൾ 4 + 0 0 ആയതുകൊണ്ട് ഇവിടെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും 8. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് ഇവിടെ 8. HCF അതാണ് അതിൽ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൽ 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ ഈസ് ഐദർ ഓഫ് ഫോം 3m or 3m + 1. അപ്പോൾ ഈ ഫോമിലാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യം ലെറ്റ് എ ബി പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് എടുത്തു. അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു എ ആൻഡ് ഇവിടെ നമ്മൾ എന്തെടുക്കണം, ബി ഈക്വൽ ടു 3 എന്നെടുക്കുക. 3m or 3m + 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു എ ആൻഡ് ബി ഈക്വൽ ടു 3. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമുക്ക് എങ്ങനെയാണല്ലോ, എ ഈക്വൽ ടു BQ + R ആണ്. അതിൽ എ ബി എന്ന് പറയുന്നത് 3 ആയിട്ട് എടുത്തു. എ ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് BQ + R ആണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ ഈക്വൽ ടു 3Q + R. 3Q + R. ഇവിടെ വേർ R അതായത് 0 < or = R < 3 ആണ്. അപ്പോൾ R എന്ന് പറയുന്നത് 0, 1, 2 എന്ന് വരും. ഇങ്ങനെയാണ് 0 < or = R < 3. B 3 ആയതുകൊണ്ട് അപ്പോൾ 3ന് മുമ്പ് ഉള്ള നമ്പർ വരെ 0, 1, 2. അപ്പോൾ നമുക്ക് ആദ്യം കേസ് 1ല് R ഈക്വൽ ടു 0 കൊടുക്കുന്നു. R ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് എങ്ങനെയായി മാറി, A ഈക്വൽ ടു 3Q + R എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ A ഈക്വൽ ടു 3Q. നമുക്ക് ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ A² ഈക്വൽ ടു 9Q² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സ്ക്വയർ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്, 3m or 3m + 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, 9Q². അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം, 9 എന്ന് പറയുന്നത് 3 × 3 എന്ന് എഴുതിക്കൂടെ, 3 × 3Q² എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 3Q² ഈക്വൽ ടു m ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് A² ഈക്വൽ ടു 3m എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി കേസ് 2ല് നമുക്ക് R ഈക്വൽ ടു 1 ആണ്. R ഈക്വൽ ടു 1 ആണെങ്കിൽ A ഈക്വൽ ടു 3Q + 1 ആണ് കിട്ടുക. അപ്പോൾ A² എന്ന് പറയുന്നത് 3Q + 1 2 എന്ന് വരും. അപ്പോൾ A² ഈക്വൽ ടു A + B 2 9Q² + 6Q + 1 ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ അതായത് A² 9Q², 2 × A × B. അപ്പോൾ 6Q എന്നായി. ഇവിടെ 1 എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ രണ്ടിലും 6Q² 6Q അതായത് 9Q² 6Qലും എന്ത് കോമൺ ആയിട്ടുണ്ട്, 3 കോമൺ ആയിട്ടുണ്ട്. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം, 3Q² + 6ൽ 3 പുറത്തേക്ക് എടുത്തു. അപ്പോൾ അവിടെ ബാക്കി എന്താണ് ഉണ്ടാവുക, 2Q ഇവിടെ +1. ഇവിടെ നമ്മൾ കൊടുക്കുന്നു 3Q² + 2Q ഈക്വൽ ടു m എന്ന് കൊടുക്കുക. അപ്പോൾ 3Q² + 2Q m എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഏത് ഫോമിലായി, അവിടെ A² ഈക്വൽ ടു 3m + 1. അപ്പോൾ നമുക്ക് അടുത്തത് കിട്ടി, A² ഈക്വൽ ടു 3m + 1. ഇനി കേസ് 3ല് നമുക്ക് എങ്ങനെയാണ്, R ഈക്വൽ ടു 2 എന്ന് കൊടുക്കണം. ഓക്കെ, കേസ് 3ല് R ഈക്വൽ ടു 2 ആണ്. A ഈക്വൽ ടു അതായത് 3Q, A ഈക്വൽ ടു BQ + R എന്ന് പറയുന്നത് 3Q + അവിടെ എന്ത് വരും, നമുക്ക് Rന്റെ പ്ലേസിൽ 2 വരും. ഇനി സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ A² ഈക്വൽ ടു 3Q + 2 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 9Q² + 2 × 3 × 2 എന്ന് പറയുന്നത് 6, 6 × 2 12, 12Q + 4 എന്നായി അവിടെ. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 9Q² + 12Q + 4 എന്നുള്ളത് നമ്മൾ 3 + 1 എന്ന് കൊടുക്കുന്നു. ഇനി ഇത്രയും ടേംസിൽ നിന്ന് നമ്മൾ 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 നമുക്ക് 3m + 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 3Q² + ഇവിടെ എന്ത് വരും, 4Q + 1
ഇവിടെ ഈ +1 അതേപോലെ ഉണ്ട്. ആ 4നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് 3+1. അപ്പോൾ ആ 1 അവിടെ തന്നെയുണ്ട്. ഈ 3 നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 1. അപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് 3q² + 4q + 1 ആണ് എന്തായിട്ട് എടുക്കുന്നത്, m ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, a² ഇത് m ആയി. 3m ആവുമ്പോൾ 3m + 1. അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് 3m + 1 വന്നു. 0 ആവുമ്പോൾ എന്ത് കിട്ടി, 3m എന്നുള്ളത് കിട്ടി. അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇവിടെ 3m എന്ന് പ്രൂവ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ b = 3 എന്ന് എടുക്കുന്നു. അപ്പോൾ r എന്ന് പറയുന്നത് 0, 1, 2, 3 വരെ വരില്ല. 3നേക്കാൾ കുറവുള്ള നമ്പർ വരും. ഓരോന്ന് കേസ് 1 അങ്ങനെ ഇട്ട് കൊടുക്കും. ഇവിടെ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്, സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ അതിന് നമ്മൾ കിട്ടിയ ആൻസറിന് സ്ക്വയർ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, use Euclid's division lemma to show that the cube of any positive integers is of the form 9m, 9m + 1, 9m + 8. അപ്പോൾ നമ്മൾ ഇവിടെ let a be any positive integer കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ അപ്ലൈ Euclid's division lemma to ആൻഡ് ബി ഈക്വൽ ടു ഇവിടെ നമ്മൾ 3 തന്നെ എടുക്കുന്നു. കാരണം ക്യൂബാണ് നമുക്ക് വേണ്ടത്. ക്യൂബ് 9m, 9m + 1, 9m + 8 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബി 3 തന്നെ എടുത്തു. അപ്പോൾ നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എങ്ങനെയാണ്, BQ + R എന്നുള്ളത് 3Q + R എന്ന് കിട്ടി. അവിടെ R അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ 3 വേർ R = 0, 1, 2. അപ്പോൾ നമ്മൾ ആദ്യം കേസ് 1-ലെ R = 0. R = 0 ആവുമ്പം A = 3Q. 3Q + 0 എന്നുള്ളത് 3Q എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ക്യൂബാണ് കാണേണ്ടത്. അപ്പോൾ A³ = 3Q³ എന്ന് വന്നു. അപ്പോൾ A³ = 27Q³ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, 9m. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 9 എന്നുള്ളത് പുറത്തേക്ക് എടുത്തു. 9 × 3 ആണ് 27. അപ്പോൾ 9 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 9 × 3Q ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ വേർ m = 3Q³ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ A³ = 9m. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് കേസ് 2-ല് R = 1. R = 1 കൊടുക്കുമ്പോൾ A = 3Q + 1. ഇനി നമുക്ക് എന്ത് കാണും, ഇതിൻ്റെ ക്യൂബ് കാണും. A³ = 3Q + 1/3. അപ്പോൾ അവിടെ നമുക്ക് A + B/3 എന്താണെന്നുള്ളത് അറിയണം. A + B/3 എന്താണ്, A³ + 3A² B + 3AB² + B³ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. അതായത് A³ + 3A² B + 3AB² + B³ ആണ് എന്ത്, A³ + B³. അപ്പോൾ അവിടെ നമ്മൾ ഇത് കൊടുക്കും. A³ = 3. എൻ്റെ പ്ലേസിൽ എന്താണ് 3Q. അപ്പോൾ 3Q³ + 3A² B + 3AB² + B³. അപ്പോൾ നമുക്ക് എങ്ങനെയായി മാറിയത്, 27Q³ + 9Q² + 9Q + 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 27Q³ + 9Q² + 9Q + 1. ഇവിടെ നമുക്ക് എന്ത് കിട്ടണം, 9m. ഇത്രയും പ്ലേസിലാണ് 9m എന്ന് കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. 9m. അപ്പോൾ 9m കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കുള്ളത്, A³ = 27Q³ + 9Q² + 9Q + 1 എന്നാണ് ഉള്ളത്. അപ്പം 9m + 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 9m + 1ഉം 9m + 8 9m. ഇതാണ് നമുക്ക് ക്യൂബ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നമുക്ക് 9m കിട്ടേണ്ടത് കൊണ്ട് 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ 3Q³ + ഇവിടെ Q²
പ്ലസ് ക്യൂ പ്ലസ് 1. അതായത് ഇതിലെല്ലാത്തിലും നമുക്ക് എന്തുണ്ട് 9 ഉണ്ട്. ആ 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 9 3s are 27. 3qq പ്ലസ് ഇവിടെ q² പ്ലസ് q പ്ലസ് 1. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേർ 3q ക്യൂബ് പ്ലസ് q² പ്ലസ് q ഈക്വൽ ടു m എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ a ക്യൂബ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക് 9m പ്ലസ് 1. ഈ പ്ലേസിൽ m ആവും. 9m പ്ലസ് 1. ഇനി നമുക്ക് കേസ് 3 നോക്കാം. അപ്പോൾ കേസ് 3യിൽ r ഈക്വൽ ടു എന്താണ് 2 ആണ്. അപ്പോൾ a ഈക്വൽ ടു 3q പ്ലസ് 2 എന്ന് കിട്ടി. ആറിൻ്റെ പ്ലേസിൽ 2 ആയി. a ക്യൂബ് ഈക്വൽ ടു 3q പ്ലസ് 2 ഹോൾ ക്യൂബ്. അപ്പോൾ a പ്ലസ് ബി ഹോൾ ക്യൂബ്, a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. അപ്പോൾ ഇവിടെ 3q ഹോൾ ക്യൂബ് പ്ലസ് 3a², ഇവിടെ b എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. അപ്പോൾ ഇവിടെ 27q ക്യൂബ് പ്ലസ് ഇവിടെയും എന്ത് വരും നമുക്ക്, ഇവിടെ 9 ആയി. 9 × 3 27. 27q²ഉം അവിടെ ഒരു × 2 ഉണ്ട്. അപ്പോൾ അതെന്തായി 56. ഇത് 9 × 3 27. 27 × 2 എന്ന് പറയുന്നത് 54. അപ്പോൾ 54q² എന്ന് കിട്ടി. 54q² പ്ലസ് ഇവിടെ 9 × 4 36q പ്ലസ് 8. അപ്പം ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, 9m പ്ലസ് 8. അപ്പോൾ ഈ 8നെ നമ്മളൊന്നും ചെയ്യില്ല. ഇവിടെ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് നമുക്ക് 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അതായത് ഇവിടെ ഇപ്പോൾ 27q ക്യൂബ് ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ 3q ക്യൂബ് പ്ലസ് 9 6 are 54q² പ്ലസ് ഇവിടെയാണെങ്കിൽ 9 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4q പ്ലസ് ഈ 8 അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ m ആയിട്ട് എടുക്കേണ്ടത്. വേർ അവിടെ എന്ത് കൊടുക്കുന്നു, വേർ 3q ക്യൂബ് പ്ലസ് 6q² പ്ലസ് 4q ഈക്വൽ ടു m എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് m ആയി പോയാൽ നമുക്ക് എന്ത് കിട്ടി, a ക്യൂബ് ഈക്വൽ ടു 9m പ്ലസ് 8. അപ്പോൾ അതാണ് അതിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ a പ്ലസ് ബി ഹോൾ ക്യൂബ് ചെയ്തു. a പ്ലസ് ബി ഹോൾ ക്യൂബ് ചെയ്തതിന് ശേഷം നമുക്ക് 9m പ്ലസ് 8 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഈ ഇതിൽ 9 ഉണ്ട്, ഇതിൽ 9 ഉണ്ട്, എല്ലാ ഇതിൽ ഫുള്ള് നമുക്ക് എന്തുണ്ട് 9 ഉണ്ട്. അപ്പം 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ 3q ക്യൂബ് വന്നു, ഇവിടെ 6q² വന്നു, ഇവിടെ 4q വന്നു. ഇതാണ് നമ്മൾ m ആയിട്ട് എടുക്കുന്നത്. അത് m ആയിട്ട് എടുത്ത് ഈ 8ന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താ, a ക്യൂബ് ഈക്വൽ ടു 9m പ്ലസ് 8 എന്നുള്ളത് കിട്ടി. അപ്പം അങ്ങനെ ചെയ്യാം ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് 445, 572 and 699 ലീവിംഗ് റിമൈൻഡേഴ്സ് 4, 5 and 6 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് HCF ആണ്. പക്ഷേ ഇതിൽ എന്ത് പറയുന്നുണ്ട്, ലീവിംഗ് റിമൈൻഡേഴ്സ് 4, 5 and 6. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡേഴ്സ് 4, 5 and 6 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോ നമ്പറിനും ആ നമ്പറിനെ മൈനസ് ചെയ്യുക. അതായത് 445 മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, 441 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 572ന്ന് 5 മൈനസ് ചെയ്യുക. 572 മൈനസ് 5, അപ്പോൾ ഇവിടെ 7, 6, 567 എന്ന് കിട്ടി. അടുത്ത നമ്പർ നമ്മൾ 567 ആണ്. ഇനി 699ന്ന് 6 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 693. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഇവിടെ എന്തൊക്കെയായി, 441,
അപ്പോൾ ഇനി HCF നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HCF ഓഫ് 441, 567 ആൻഡ് 693 ഇതിൻ്റെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, HCF കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HCF കണ്ടുപിടിക്കുമ്പോൾ 3 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 2 നമ്പർ എടുത്തിട്ട് HCF കണ്ടുപിടിക്കുക. അപ്പോൾ 567 ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ 567 ആണ് വലുത്. അപ്പോൾ 567 ഈക്വൽ ടു 441 ഇൻറ്റു ഇവിടെ 441ൽ 1 ടൈമേ പോകുള്ളൂ. അപ്പോൾ 567 അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 441 മൈനസ് ചെയ്യുമ്പോൾ 6, 2, 1, 126 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, 441 ഇവിടെ എഴുതുന്നു ഈക്വൽ ടു 126 ഇൻറ്റു 126 ഇൻറ്റു എത്ര പോകുന്നുള്ളത് നോക്കാം. 441ൽ ഇപ്പം 126 ഇൻറ്റു 2 എത്രയാണ്, 12, 1, 4, 5, 252 ആണ്. 126 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 18, 1, 7, 378. അപ്പോൾ 126 ഇൻറ്റു 4 വരില്ല, എന്തായാലും വലിയ നമ്പറായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു 3 പ്ലസ്, അപ്പോൾ 3 ടൈംസ് ആണ് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 441 378 മൈനസ് ചെയ്യുക. അപ്പോൾ 3 ഇവിടെയാണെങ്കിൽ 3, 63 ആണ് വരുന്നത്. അപ്പോൾ 63 റിമൈൻഡർ 63. ഇനി അടുത്തത് നമുക്ക് ഇവിടെ എന്ത് എഴുതണം, 126 ഈക്വൽ ടു 63 ഇൻറ്റു 2 ആണ് എന്ത് 126. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 0 ആയതുകൊണ്ട് ഇതിൻ്റെ HCF ഈ ആദ്യത്തെ 2 നമ്പേഴ്സിൻ്റെ HCF എന്ത് കിട്ടി, അവിടെ HCF ഈക്വൽ ടു 63 എന്ന് കിട്ടി. ഇവിടെയുള്ള നമ്പറാണ് നമ്മൾ HCF ആയിട്ട് എടുക്കുക. HCF ഈക്വൽ ടു 63 കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതും 63യും 693യുടെയും ഇതേപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 693 ഈക്വൽ ടു 63 ഇൻറ്റു അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ നമ്മൾ ഈ 2 നമ്പേഴ്സിനും യൂക്ലിഡ്സ് ഡിവിഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ HCF കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഈ 3 നമ്പേഴ്സിൻ്റെയും HCF. അപ്പോൾ 63 ഇൻറ്റു അപ്പോൾ 693നെ 63 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1, 63, 6, 63, 1 ഇവിടെ 11, 0 ആയി. അപ്പോൾ ഇവിടെ എന്താണ് HCF വരുന്നത്, 63. therefore HCF ഈക്വൽ ടു 63 എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.